ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു അപ്കമിങ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സച്ചി ഓട്ടം പോയ വഴിയിൽ നമ്മുടെ ചന്ദ്രമതി ബ്യൂട്ടി പാർലർ ഇപ്പോൾ ഗ്രീൻ ബ്രാൻഡ് എന്നാക്കി മാറ്റിയിരിക്കുന്നതൊക്കെ അറിഞ്ഞിട്ടോ. നമ്മുടെ ശ്രുതിയുടേത് അല്ല, ഇപ്പോൾ വേറൊരാളാണ് അതിൻ്റെ ഓണർ എന്ന് നമ്മുടെ സച്ചി മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ രേവതിനെ മാക്സിമം അപമാനിക്കുന്നുണ്ട് ശ്രുതി. ഈ അവസരത്തിൽ നമ്മുടെ ശ്രുതിനെ നന്നായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ സച്ചി. രേവതിയാണ് രാത്രിയിലത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നുണ്ട്. എന്താണ് ഈ ഭക്ഷണമൊക്കെ ആയോ? ഇന്നലത്തെ പോലെ നേരം വൈകരുത്. ഇന്നലെ നീ ഭക്ഷണം ഉണ്ടാക്കിയപ്പോഴേക്കും വർഷമോൾക്കും ശ്രുതിമോൾക്കും ഒക്കെ നന്നായിട്ട് വിശന്നു പോയിരുന്നു. നിന്റെ പൂക്കട നേരത്തെ അടച്ചു വന്നിട്ടേ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊള്ളണം കേട്ടല്ലോ. എന്താണ് നീ ഒന്നും പറയാത്തത്? എന്ത് പറഞ്ഞാൽ നിനക്കിപ്പോൾ ഒരു മൗനം മാത്രം ഉള്ളല്ലോ. എന്താന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് രേവതി പിന്നെ ഇങ്ങനെ ചന്ദ്രമതി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, മറുപടി തന്നു കഴിഞ്ഞാലേ അത് അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ഓ, ഇവളെനിക്ക് മറുപടി തരാനിരിക്കുക, പിന്നെ എന്താ അമ്മ ഞാൻ പറയേണ്ടത് എന്നിങ്ങനെ രേവതി ചോദിക്കുമ്പോഴേക്കും, എന്താടി നിനക്ക് താഴ്മയോടെ അനുസരിച്ചാൽ എന്താ? അങ്ങനെ ഞാനിപ്പോൾ അനുസരിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ രേവതി പറയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ അമ്മേനെ അനുസരിക്കുന്നതുകൊണ്ടാ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇല്ലായിരുന്നെങ്കിലേ ശ്രുതിയും വർഷയും പോലെ എനിക്ക് എൻ്റെ ജോലി മാത്രം നോക്കിയിരുന്നാൽ മതിയായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ആഹാ, ശ്രുതി മോളെയും വർഷയെപ്പോലെയൊക്കെ നീ ഇങ്ങനെ ചുമ്മാ ഇരിക്കാനായിട്ട് നീ എവിടുന്ന് വന്നതാ? അവരൊക്കെ വലിയ വീട്ടിൽ നിന്ന് വന്നവരാ, അല്ലാതെ നിന്നെ പോലെ അടുക്കളയിൽ കിടന്ന് നരകിക്കേണ്ട ആവശ്യമില്ല അവർക്ക്. അപ്പോൾ തന്നെ രേവതി പറയുന്നുണ്ട്, എന്തിനാ അമ്മേ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ദിവസം എത്ര തവണയാ ഇങ്ങനെ പറയുന്നത്? ഇത് കേട്ടിട്ടാണെങ്കിൽ എൻ്റെ തല പെരുക്കുന്നു. മതിയാക്കമ്മേ. ആ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. രേവതി ഫുഡായോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് സച്ചി വരുന്നത്. ഇല്ല സച്ചി ഏട്ടാ, ആയിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെയാ ഇന്നത്തെ സ്പെഷ്യൽ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ആ, അമ്മത്തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടാ നിനക്കെന്നെ കാണുമ്പോൾ ഒരു ചൊറിച്ചില്ലേ എന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, എങ്ങനെ ചൊറിയാതിരിക്കും? നിങ്ങൾക്ക് എപ്പോഴും രേവതിയെ ചൊറിഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഇല്ലല്ലോ. എന്തിനാ എപ്പോഴും ഇവളെ ഓരോന്നുകൊണ്ട് പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കണമല്ലോ, അതുകൊണ്ട് ചോദിച്ചാന്നിങ്ങനെ സച്ചി പറയാണ് കേട്ടോ. നിനക്കെന്താടാ ഞാൻ ഇവളെ എന്തെങ്കിലും പറഞ്ഞതിന്? ആഹാ, അത് കൊള്ളാലോ. എൻ്റെ ഭാര്യയെ പറഞ്ഞ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ചോദിക്കേണ്ടതെന്നിങ്ങനെ സച്ചി പറയാണ് കേട്ടോ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ആ, ഇവളെ പറയുന്നത് പോലെ നിങ്ങൾ ആ പാർലറെടുത്തിയോടും ആനക്കുട്ടിയോടും ഒന്നും പറയുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ദേ നിർത്തിക്കൊള്ളണം. നീ ഓരോരോ പേരിട്ടിട്ട് അവരെ കളിയാക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അവരുടെ അച്ഛനും അമ്മയും അവർക്ക് നല്ല പേരിട്ടിട്ടുണ്ട്, ശ്രുതിയും വർഷയും. അങ്ങനെ വിളിച്ചാൽ മതി. നീ അല്ലാണ്ട് ഒരുമാതിരി പൗഡർ അമ്മയെന്നോ ആനക്കുട്ടിന്നൊന്നും വിളിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ, ഞാൻ എന്ത് വിളിക്കണം എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് വേറെ ആരും കയറി ഇടപെടേണ്ടത്. ഞാൻ ഇഷ്ടമുള്ളത് വിളിക്കുമെന്നിങ്ങനെ പറയാണ് കേട്ടോ. അതെ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ആ, ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും നീ അവനെ വിളിച്ച് വരുത്തിയതായിരിക്കും അല്ലേന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തിനാമേ ഞാൻ ഇങ്ങോട്ട് വന്നതിന് രേവതിയെ പറയുന്നത്? രേവതി അപ്പോഴേക്കും പറയുന്നുണ്ട്, അതെ, ഞാൻ എന്ത് പറഞ്ഞാലും വെറുതെ അമ്മ ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിലേക്ക് കയറുകയാണ്. സച്ചിയേട്ടൻ ഇപ്പോൾ വന്നത് ഞാൻ വിളിച്ചിട്ടാണോ? ഞാൻ എന്തിനാ വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഓ, നീ വിളിക്കണ്ടല്ലോ, നിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും അവനിങ്ങി എത്തുമല്ലോ. എല്ലാം അവളുടെ തലയിലൂടെ അവളുടെ തലയണ മന്ത്രത്തിന്റെ പവറാന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. രേവതിയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഭക്ഷണമൊക്കെ ടേബിൾ കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, ആഹാ, ഇന്ന് ഒരുപാട് വിഭവം ഉണ്ടല്ലോ മോളെ, എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കിയാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവി ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്താ ചന്ദ്രമതി, എല്ലാവർക്കും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് വിഭവങ്ങൾ ഉണ്ടാക്കാൻ രേവതി എന്താ റോബോട്ടും വല്ലതും ആണോ? അല്ലെങ്കിൽ ഇവരെ? അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, ഇവൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ മാത്രം ഇവളിവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ വേറെ വീടെടുത്തങ്ങ് താമസിച്ചോട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്,
എന്തിനാ അച്ഛാ ഇങ്ങനെയുള്ളവരോട് ഓരോന്നും സംസാരിക്കാൻ നിൽക്കുന്നത്? പിന്നെ രേവതിയോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഓരോ തരം വിഭവങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണ്ട എന്ന്. പറഞ്ഞാൽ ഇവള് കേൾക്കില്ല. ഇവരുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിനക്കൊരു മനസ്സുഖമാണല്ലോ. സച്ചിയേട്ടാ വേണ്ട, അവരെന്തു വേണമെങ്കിലും പറയട്ടെ, അതൊന്നും നമ്മൾ നോക്കണ്ട എന്നിങ്ങനെ രേവതി പറഞ്ഞിട്ട് സച്ചിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ശരി രേവതി, നീ ഇരിക്കുന്നിങ്ങനെ സച്ചി ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് രേവതിയെ വിളിച്ചിരുത്തുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ നീ ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കണ്ട, നീ അടുക്കളയിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. വർഷമോളും ശ്രുതിയൊക്കെ ഇപ്പോൾ വന്നിരുന്ന് കഴിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രമതി ഇത്? അവള് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരുടെയും കൂടെ ഇരുന്നല്ലേ കഴിക്കേണ്ടത്, അല്ലാതെ എല്ലാവരുടെയും മിച്ചം വന്ന ഭക്ഷണമാണോ അവള് കഴിക്കേണ്ടതെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേ രേവതി, നിനക്ക് വല്ലതും വേണമെങ്കിലേ എടുത്തോണ്ട് പോയി കിച്ചണിൽ പോയിരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് നീ ഇവിടെ വന്നിരുന്ന് കഴിച്ചു എന്നിങ്ങനെ പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേ നിങ്ങൾ ഇവിടം കൊണ്ട് നിർത്തിക്കോ, കുറെ നേരമായി നിങ്ങൾ തുടങ്ങിയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓട്ടക്കാരും മക്കൾക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ സച്ചി പറയാണ് കേട്ടോ. ഡാ സച്ചി, അവിടെ ഇരിക്ക് മോളെ. രേവതി അവൻ്റെ അടുത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്ക്, വേറെ ആരും പറയുന്ന ഒന്നും കേൾക്കണ്ട എന്നിങ്ങനെ രവി പറയുകയാണ് കേട്ടോ. വേണ്ടച്ചാ, ഞാൻ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്നിങ്ങനെ രേവതി പറയുന്ന സമയത്ത് ദേ ഞാനാ പറയുന്നത്, ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, മോൾ ഇവിടെ വന്നിരുന്ന് സച്ചിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുക. ചന്ദ്രമതി, നിനക്ക് വേണമെങ്കിൽ മിണ്ടാതെ അവിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചെന്നിങ്ങനെ പറയുമ്പോഴേക്കും നീയേ പോയി ശ്രുതിയും വിളിച്ചുകൊണ്ട് വന്നിങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ മനസ്സോടുകൂടി അവരെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അവരെ വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും അപ്പോൾ തന്നെ ഒരു ഈച്ച വന്ന് ശ്രുതിയുടെ പാത്രത്തിൽ ഭക്ഷണത്തിലേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ നിങ്ങൾ വരാൻ താമസിച്ചതുകൊണ്ടേ ദേ അവള് അവിടെ കയറി ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ ഞാൻ എന്നാ പിന്നെ കഴിച്ചോളാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഏയ് അത് പറ്റില്ല, നീ വർഷമോളുടെ കൂടെ തന്നെ എന്തായാലും ഇരുന്ന് കഴിക്കണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അവരെ കണ്ടപ്പോൾ രവി പറയുന്നുണ്ട്, എത്ര നേരമായടാ നിങ്ങളെ രണ്ടുപേരെയും കാത്തിരിക്കുന്നത്? അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അത് പിന്നെ അച്ഛാ വർഷ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാ എഴുന്നേറ്റ് വരാൻ താമസിച്ചാന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, നീ വന്നിരുന്ന് കഴിക്കുന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ എല്ലാവരും കഴിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഈച്ചയെ കാണുന്നത്. അയ്യോ ഈച്ച, എന്താ ഇത് രേവതി, നീ ഈച്ച വന്നിരിക്കുന്ന ഭക്ഷണമൊക്കെയാണോ വിളമ്പി വെക്കുന്നതെന്നിങ്ങനെ ഒരുപാട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്ക് രേവതി ഇങ്ങനെ പെട്ടെന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഒരുപാട് സമയമായി ഭക്ഷണം വിളമ്പി വെച്ചിട്ട്, നിങ്ങളിപ്പോൾ വരുമെന്ന് കരുതി വിളമ്പി വെച്ചതാ, നിങ്ങൾ വരാൻ താമസിച്ചതുകൊണ്ട് ഇപ്പോൾ വന്നെങ്ങാനും വീണതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ വന്നിരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം വിളമ്പി വെച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അത് ഇപ്പൊ വന്ന് വീണതാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഒരുപക്ഷെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ വന്ന് ഇരുന്നതാണെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഏയ് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെയാ ഭക്ഷണം ഉണ്ടാക്കിയത്, അപ്പോഴൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, മോളെ ആ ഈച്ചയെ കണ്ടിട്ട് ഇപ്പോൾ ചത്തതാണെന്നാ തോന്നുന്നത്, മോൾ ആ പ്ലേറ്റ് മാറ്റി വെച്ചിട്ട് വേറെ കഴിക്കുക. ഇത് കേട്ടപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അച്ഛാ ഇത് ഇപ്പോൾ ചത്തതാണെന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, ഏതായാലും ഇന്ന് മനുഷ്യൻ പട്ടിണിയായി കിടക്കേണ്ടി വരും. സച്ചിയാണെങ്കിൽ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ, ഇവരാരും പറയുന്നത് സച്ചി ശ്രദ്ധിക്കുന്നേയില്ല. ഇത് കണ്ടിട്ട് ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ പറയാണ്, ഇതൊക്കെ കേട്ടാലും തന്നെ ഇരുന്ന് വെട്ടി വിഴുങ്ങി തിന്നോളും. എടാ സച്ചി, അതിലെങ്ങാനും ഈച്ച വീണിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കും, അസുഖം വല്ലതും വെറുതിങ്ങനെ ചന്ദ്രമതി പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ ഒരു ഈച്ച വന്നിരുന്ന് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ടു ഉണ്ടാക്കിയതാ, ഇനിയിപ്പോൾ ഒരു ഈച്ച വന്ന് വീണെന്നും പറഞ്ഞ് ഞാനത് കഴിക്കാതിരിക്കില്ല, ഞാനേ വയറ് നിറച്ച് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതൊരിക്കലും ഈച്ച ഭക്ഷണത്തിൽ കുടുങ്ങിയതല്ല. ഇവരെ ഒരുപാട് നേരമായില്ലേ കാത്തിരിക്കുന്നത്, ഈ രണ്ട് ഓട്ടക്കാരെ അങ്ങനെ ഭക്ഷണത്തിൽ വീണതാണ് എന്നിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് സച്ചി പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും എനിക്കും അത് തന്നെയാ തോന്നുന്നതെന്നിങ്ങനെ രവി പറയുന്നുണ്ടേ.
അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്താ രേവതി ഇത്, നീ ഒരു വീറും വൃത്തിയില്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? നിനക്ക് നീ ഇനിയിപ്പോൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ കാണും? വല്ല പാറ്റയോ പല്ലിയോ ഒക്കെ ഉണ്ടോന്ന് ആർക്കറിയാം? എന്താ ഇതൊക്കെ നിന്റെ വീട്ടുകാരാണോ നിന്നെ ഇങ്ങനെ പഠിപ്പിച്ചതെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തിനാ മോളെ അതൊക്കെ പറയുന്നത്? അവളുടെ വീട് ചോർന്നൊലിക്കുന്ന വീടാ. അപ്പോൾ പിന്നെ പല്ലിയും പഴുതാരും ഒക്കെ തിന്നായിരിക്കും അവളുടെ ഭക്ഷണത്തിലൊക്കെ മിക്ക ഭാറും. ഇത് കേട്ടിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി എന്തിനാ ഇങ്ങനെ രേവതി ചേച്ചിനെ എപ്പോഴും ഇൻസൾട്ട് ചെയ്യുന്നത്? പാവപ്പെട്ടവർക്കും ഈ വീട്ടിൽ ജീവിക്കണ്ടേ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആൻറ്റിയും ശ്രുതി ചേച്ചിയും കൂടി രേവതി ചേച്ചിനെ എപ്പോഴും കളിയാക്കുന്നു. ഇതൊരിക്കലും ശരിയല്ല കേട്ടോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ ആരെയും അകറ്റി നിർത്താൻ പറ്റില്ല എന്നൊക്കെ വർഷ പറയുമ്പോഴേക്കും ശ്രീകാന്തം പറയുന്നുണ്ട്, ആ വർഷേ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഈ ഭക്ഷണം കുറേ നേരമായില്ലേ വിളമ്പി വെച്ചിട്ട്, അതുകൊണ്ട് ഇതിൽ ഈച്ച വന്നിരുന്ന് കാണും എന്ന് കരുതിയിട്ട് എല്ലാ ഭക്ഷണവും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതും പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും കൂടി നന്നായിട്ട് കഴിക്കുകയാണ് കേട്ടോ. എന്നാൽ ശ്രുതിക്കുവാണെങ്കിൽ ഈ ഭക്ഷണത്തിന് മണമൊക്കെ കേട്ടിട്ട് കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല. ശ്രുതിയാണെങ്കിൽ എല്ലാവരും കഴിക്കുന്ന ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരികയാണ്. അവസാനം ശ്രുതിയാണെങ്കിൽ മാറ്റിവെച്ച ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതിയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഇത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ വയറ് നിറച്ചങ്ങ് കഴിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈ പാർലർ അമ്മ കുറേ നേരമായല്ലോ രേവതിക്കിട്ടിട്ട് ഓരോന്നും പറയുന്നു, ഇവർക്കിട്ട് നല്ലൊരു കൊട്ടു കൊടുക്കണമല്ലോ. എന്തായാലും അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മിണ്ടാതിരിക്കുന്നതെന്ന് ഇങ്ങനെ സച്ചി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ശ്രുതിയും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴുകാനായിട്ട് പോകുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ചെല്ലുന്നുണ്ട് കേട്ടോ. അല്ല പാർലറമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും, നീ ഒന്ന് പോടാ, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട എന്നിങ്ങനെ പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്താ നിന്റെ കാര്യം എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ എന്നോട് തനി എന്ത് പറയാനുണ്ടെന്ന്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നീ ഒന്ന് പോടാ, നീ പറയുന്നതൊന്നും ഇവിടെ കേൾക്കാൻ ആരും ഇല്ല എന്നിങ്ങനെ പറയാണേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കിയിട്ട് സച്ചി പറയുന്നുണ്ട്, അതെ നിന്റെ പഴയ കാര്യങ്ങളൊന്നുമല്ല പറയാൻ പോകുന്നത്, ഞാൻ വേറെ കാര്യമെന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പരുമുവാണ്, നീ ഒന്ന് പോടാ, വാ ശ്രുതി നമുക്ക് പോവാന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഇത് മൈൻഡ് ചെയ്യാതെ വീണ്ടും പറയാണ്, എനിക്ക് പാർലറമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയണമെന്നിങ്ങനെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ, നീ ഒന്ന് പോടാ, ഞാൻ അച്ഛനോടും അമ്മയോടും ഇപ്പോൾ പറയുന്നിങ്ങനെ പറയുന്ന സമയത്ത്, ആഹാ എന്നാൽ എല്ലാവരെയും വിളിക്ക്, പിന്നെ ഈ ഗ്രീൻ ബ്രാൻഡ് എന്താണെന്ന് അറിയോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ സച്ചിയെ നോക്കുവാണ്. സച്ചി ഇങ്ങനെ ഒരുമാതിരി കളിയാക്കി ചിരിച്ചുകൊണ്ട് ശ്രുതിയെ നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് പെട്ടെന്ന് ശ്രുതി വന്ന് പറയുന്നുണ്ട്, ശ്രുതി അവൻ എന്തെങ്കിലും പറയട്ടെ, നമുക്ക് പോയി കിടക്കാന്നിങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്, അല്ല ശ്രുതിയേട്ടൻ പോയി ബെഡ്ഷീറ്റ് വിരിക്കുക, ഞാനിപ്പോൾ വന്നോളാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അല്ല ശ്രുതി നീ വാന്ന് പറയുമ്പോൾ, ചെല്ല് ശ്രുതിയേട്ടാന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും നീ എന്താ പറഞ്ഞതെന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ സച്ചിയോട്. അതെ ഞാൻ എല്ലാം കണ്ടു, ഞാൻ ബ്യൂട്ടി പാർലറിൽ വന്നായിരുന്നു, ചന്ദ്രമതി ബ്യൂട്ടി പാർലർ ഇപ്പോൾ ഗ്രീൻ ബ്രാൻഡായി മാറിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ഇങ്ങനെ ശ്രുതിയാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല, പക്ഷേ ഒരു കണ്ടീഷൻ, ഇനി രേവതിനെ നിങ്ങളൊന്നും പറയാൻ പാടില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ സച്ചി നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ? അങ്ങനെ തന്നെ കരുതിക്കോ, നിങ്ങളെ എൻ്റെ രേവതിനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതിന് ഒരു പരിധിയിൽ ദൈവമായിട്ട് എനിക്ക് കൊണ്ട് എത്തിച്ചു തന്നതായതെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ആകെ പരിഭ്രമിച്ച് നിൽക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, അതെ നാളെ തൊട്ടൊരു കാര്യം ചെയ്യ്, രേവതി തന്നെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ, അതിൻ്റെ വില നിങ്ങൾക്കറിയില്ലല്ലോ, നിങ്ങൾക്കിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കളിയാക്കാനും പരിഹസിക്കാനും അല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ നാളെ തൊട്ട് നമ്മുടെ രേവതിയുടെ കൂടെ അടുക്കളയിലേക്ക് ഒന്ന് കയറിക്കോ, അവളെ ഒന്ന് സഹായിക്കുകയൊക്കെ ചെയ്യട്ടോ. ഇല്ലെങ്കിലേ നമുക്കറിയാലോ നമ്മുടെ ഗ്രീൻ ബ്രാൻഡ് എല്ലാവരും അങ്ങ് അറിയുന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാൻ വയ്യാതെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്.
പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ രേവതി കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് രാവിലെ തന്നെ എഴുന്നേക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ രാവിലെ തന്നെ ചാടി എഴുന്നേക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നീ അങ്ങോട്ടേക്ക്? അല്ല, ഞാൻ കിച്ചണിലേക്കൊന്ന് പോട്ടെ. നീ എന്തിനാ പോകുന്നത്? അവിടെ രേവതി ഇല്ലേ കിച്ചണിൽ? അല്ല ശ്രുതി ഏട്ടാ, എനിക്ക് കിച്ചണിൽ രേവതിയുടെ കൂടെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നൊരാഗ്രഹം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവക്ക് ഇത് എന്താ പറ്റിയെന്ന് ശ്രുതി ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതി വീണ്ടും തിരിഞ്ഞു കിടന്ന് ഉറങ്ങിയാണ്. അങ്ങനെ ശ്രുതി കിച്ചണിലേക്ക് എല്ലിയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി ഇരിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇപ്പോൾ രാവിലെ? അല്ല, നീ എന്നും തന്നെ കിടന്ന് കിച്ചണിൽ പണി ചെയ്യല്ലേ, കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നിങ്ങനെ പറയുന്ന സമയത്ത് രേവതി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ.